കോഴിക്കോട് നാടിനെ നടുക്കിയ അപകടത്തിന്റെ റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് വെള്ളയിൽ പ്രൊമോ വീഡിയോ ചിത്രീകരണത്തിനിടെ അപകടമുണ്ടായത് ബെൻസ് കാർ ഇടിച്ചാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെൻസ് ഓടിച്ചിരുന്ന സാബിത്തിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ച ആൽവിന്റെ സംസ്കാരം കടമേരിയിലെ വീട്ടുവളപ്പിൽ നടന്നു. 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിനു വേണ്ടി പ്രൊമോ വീഡിയോ ചിത്രീകരിക്കുന്നതിനായാണ് വടകര സ്വദേശിയായ ആൽവിൻ കോഴിക്കോട്ടേക്കെത്തിയത്. ഈ ചിത്രീകരണം നടക്കുന്നതിനിടെയാണ് ദാരുണമായ അപകടം. സ്ഥാപന ഉടമ സാബിത്ത്, ജീവനക്കാരൻ റയീസ് എന്നിവർ ഓടിച്ചിരുന്ന 2 വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോയാണ് ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നത്. ഇതിനിടെ സാബിത്ത് ഓടിച്ചിരുന്ന ബെൻസ് കാർ നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. 2 വണ്ടിയുടെ ഡ്രൈവർമാരും ഈ അപകടത്തിൽപ്പെട്ട മരണപ്പെട്ട ആൽവിനും ഒന്നിച്ചാണ് വന്നത്. റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വണ്ടികൾ നേരെ വന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾക്ക് ആ സമയത്ത് റോഡിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കാതെ വന്നിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ആൽവിനെ ഇടിച്ചത് ഡിഫൻഡർ എന്നാണ് സാബിത്തും സംഘവും പോലീസിനോട് ആദ്യം പറഞ്ഞത്. എന്നാൽ ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ഇത് തെറ്റെന്ന് കണ്ടെത്തി. ബെൻസിന് ഇൻഷുറൻസ് ഇല്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതാണ് ഇടിച്ചത് ഡിഫൻഡർ എന്ന് മാറ്റി പറയാൻ സാബിത്തിനെയും സംഘത്തെയും പ്രേരിപ്പിച്ചത്. ഏത് വാഹനം ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നതിനെ കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ ഡിഫൻഡർ വണ്ടി ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്ന ബെൻസ് ജി വാഗൺ വണ്ടിക്ക് തെലുങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് ആൽവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പിന്നാലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വടകര കടമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അശ്രദ്ധമായ ഡ്രൈവിംഗിന് 2 വാഹനങ്ങളിലെയും ഡ്രൈവേഴ്സിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇരുവരുടെയും ലൈസൻസ് റദ്ദാക്കാനാണ് നീക്കം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.